ഹലോ എവ്രി വൺ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പൊ ഇന്ന് ഞാൻ പുതിയ 3 ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ 3 ഷോർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം അല്ലെ. എന്താണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ? നമുക്കൊരു ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ ഇസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് AG ഇലക്ട്രോഡ് ആൻഡ് കോപ്പർ ഇലക്ട്രോഡ്. നമുക്കൊരു ഗാൽവാനിക് സെൽ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആരെയാണ്? AG സിൽവറിനെയും യൂസ് ചെയ്തിട്ടുണ്ട്, CU കോപ്പറിനെയും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെന്താണ് ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഊർജ്ജമാറ്റം എന്താണ്? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. രാസോർജം വൈദ്യുതി ഊർജ്ജമായിട്ടാണ് മാറുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലേ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഗാൽവാനിക് സെൽ. ഈ ഗാൽവാനിക് സെല്ലില് ഇലക്ട്രോൺ പ്രവാഹ ദിശ ഏതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇലക്ട്രോൺസ് എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. എവിടെ നിന്നായിരിക്കും മൂവ് ചെയ്യുന്നത്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിന്റെ ദിശയാണ് ചോദിച്ചത്. അപ്പൊ രണ്ടാമത്തെ ഉത്തരം എന്താണ്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും എപ്പോഴും ഇലക്ട്രോൺസ് നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്നത്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദി കാഥോഡ്. ഇവിടെ കാഥോഡ് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ആനോഡ് ആരാ, കാഥോഡ് ആരാ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ ഹിന്റ് ഇട്ടുതന്നിട്ടുണ്ടല്ലോ നമുക്ക്. എന്താണ്? റിയാക്ടിവിറ്റി ഓഫ് കോപ്പർ ഇസ് ഗ്രേറ്റർ ദാൻ AG. സിൽവറിനേക്കാളും കോപ്പറിന്റെ റിയാക്ടിവിറ്റി കൂടുതലാണ് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു ഗാൽവാനിക് സെല്ല് വരയ്ക്കാം. ഇവിടെ 2 ആളുണ്ട്. ഞാൻ കണക്ട് ചെയ്തു. ഒരു പോസിറ്റീവ് ടെർമിനൽ ബാറ്ററി ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ആരായിരിക്കും? ആനോഡ് ആയിരിക്കുമല്ലോ, സ്വാഭാവികം. നെഗറ്റീവ് ആരായിരിക്കും? കാഥോഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് നടക്കുക? അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു റിയാക്ടിവിറ്റി ഓഫ് CU കോപ്പറിന്റെ റിയാക്ടിവിറ്റി ആണ് കൂടുതൽ. റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള ആളായിരിക്കും ആര്? നമ്മുടെ ആനോഡ്. റിയാക്ടിവിറ്റി കുറവുള്ള ആളാരായിരിക്കും? കാഥോഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? കോപ്പറിനാണ്. അപ്പൊ നമ്മുടെ ആനോഡ് ആള് പറയുന്നത് ആരായിരിക്കും? ഇവിടെ കോപ്പർ ആയിരിക്കും. അപ്പൊ നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത് ആരാണ്? പിന്നെ നമുക്ക് ബാക്കിയുള്ളത് AG സിൽവർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് ദ കാഥോഡ്. കാഥോഡിന്റെ നെയിം എന്താന്നാണ് ചോദിച്ചത്. കാഥോഡ് ആരാണ്? നമുക്കിപ്പോ കിട്ടിയല്ലോ, AG. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി, മൂന്നാമത്തെ ക്വസ്റ്റ്യനും കിട്ടി. റൈറ്റ് ദ കെമിക്കൽ റിയാക്ഷൻ അറ്റ് ദി ആനോഡ്. ആനോഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചത്. ആനോഡിൽ ആരാണുള്ളത്? കോപ്പർ ആണുള്ളത്. നമ്മൾ ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആയിരിക്കോ നടക്കുക? ആനോഡില് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ? നമുക്ക് കോപ്പർ ആണുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നാലാമത്തെ ഉത്തരം Cu2+. +2 ഇലക്ട്രോൺസ് എന്ന് കിട്ടും അല്ലേ. CU എന്തായിരിക്കും? നമുക്ക് Cu2+2 ഇലക്ട്രോൺസ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ പാട്ടിൽ അല്ലേ. നമുക്കൊരു ഗാൽവാനിക് സെല്ല് തന്നിട്ടുണ്ട്. കോപ്പറിന്റെ റിയാക്ടിവിറ്റി ആണ് കൂടുതൽ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ് നമ്മൾ പറഞ്ഞല്ലേ. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എങ്ങനെയാണ്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടെ കാഥോഡ് ആരാണ്? ആനോഡ്. നമ്മൾ പറഞ്ഞ ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആളായിരിക്കും ആര്? ആനോഡ്. അപ്പൊ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളായിരിക്കും കാഥോഡ്. അപ്പൊ ഇവിടെ കാഥോഡ് ആയിട്ടുള്ളത് AG സിൽവർ ആണ്. അപ്പൊ നമ്മുടെ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ നമുക്കുള്ളതാണ് കോപ്പർ. കോപ്പർ എന്തായിട്ട് മാറും? Cu2+2 ഇലക്ട്രോൺസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്തായി? നമുക്ക് ഈ 4 ക്വസ്റ്റ്യൻസിന്റെയും ഈ 4 ABCD 4 ഉത്തരം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, അയൺ നെയിൽ ഇസ് ഡിപ്ഡ് ഇൻ എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഒരു ഇരുമ്പാണി നമ്മൾ എവിടെ ഒരു ഇരുമ്പാണി കോപ്പർ ലായനിയിൽ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ചേഞ്ച് ദാറ്റ് ക്യാൻ ബി നോട്ടീസ്ഡ് ഓൺ എ അയൺ നെയിൽ ആഫ്റ്റർ എ വൈൽ. അപ്പം നമ്മൾ അല്പസമയത്തിന് ശേഷം ഇരുമ്പാണിയിൽ എന്ത് മാറ്റാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും? നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ആരെയാണ് ഇറക്കി വെച്ചിട്ടുള്ളത്? നമ്മൾ അയൺ നെയിലിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കോപ്പർ വന്നിട്ട് ഈ അയണിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് കോപ്പർ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദി അയൺ നെയിൽ. കോപ്പർ അയണിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചല്ലേ ആദേശ രാസപ്രവർത്തനം, നമ്മൾ പഠിച്ചല്ലേ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ.
അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? അത് കുറച്ച് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇല്ല. ഇങ്ങനെ ചോദിച്ചു എന്നുള്ള എന്താണ് ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ പറ്റുന്നത്? അപ്പൊ എന്താ കാണാൻ പറ്റും? നമ്മൾ എന്ത് എഴുതും? കോപ്പർ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ അയൺ റിംഗ്. അയൺ റിംഗിൽ കോപ്പർ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി ഓക്സിഡേഷൻ റിയാക്ഷൻ ഒക്കർ ഹിയർ. ഇവിടെ ഓക്സിഡേഷൻ റിയാക്ഷനിൽ നടക്കുന്ന ഇക്വേഷൻ എന്താണെന്നാണ്. അപ്പൊ നമുക്ക് ആരാണ് ഇവിടെ ഉള്ളത്? Fe ആണല്ലോ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Fe ഗീവ് ഓക്സിഡേഷൻ എന്താ? Fe2 + 2 ഇലക്ട്രോൺസ്. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മളൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ അയണിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ നമുക്ക് സംഭവിക്കാന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താണ്? കോപ്പർ വന്നിട്ട് അയണിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളോട് എന്താ ചോദിച്ചത്? ഇവിടെ നടക്കുന്ന ഓക്സിഡേഷൻ എന്താണ് നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ നമ്മുടെ Fe എന്തായിട്ട് മാറും? Fe2 + 2 ഇലക്ട്രോൺ. അപ്പൊ ആദ്യത്തെ ഉത്തരവും നമുക്ക് കിട്ടി. രണ്ടാമത്തെ ബി സെക്ഷന്റെ ബി പാർട്ടിന്റെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഉത്തരവും നമുക്ക് കിട്ടി അല്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പൊ ആ 2 മാർക്ക് നമുക്ക് ഷുവർ ആയി. ഇനി എന്താ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇത് നോക്കിയേ, ദ മെറ്റൽസ് ആൻഡ് ദ സൊല്യൂഷൻസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. നമുക്ക് കുറച്ച് മെറ്റലുകളും അവരുടെ സൊല്യൂഷനുകളും നമുക്ക് ഈ ബോക്സിൽ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? വിച്ച് ഓഫ് ദി എബവ് മെറ്റൽ ആർ ടു ബി സെലക്ടഡ് ടു കൺസ്ട്രക്ട് എ ഗാൽവാനിക് സെൽ. അപ്പോൾ ഒരു ഗാൽവാനിക് സെൽ നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഈ പെട്ടിയിൽ. അപ്പൊ ഇത് നമ്മൾ ആരെ സെലക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നമുക്ക് ആൾക്കാരെ എങ്ങനെ സെലക്ട് ചെയ്യാം? അപ്പൊ ആദ്യത്തെ എ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ ആരെ നമ്മൾ സെലക്ട് ചെയ്യും എന്നുള്ളതാണ്. ആരെ സെലക്ട് ചെയ്യും നോക്കാം. നമുക്ക് ഏതൊക്കെ സൊല്യൂഷൻസ് ആണുള്ളത്? കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ട്, MgSO4ന്റെ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആരൊക്കെ എടുക്കും? കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പറിനെ എടുക്കാലോ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? MgSO4ന്റെ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ആരെടുക്കും? Mgനെയും എടുക്കും. അപ്പൊ നമ്മൾ Mgനെ എടുക്കും, കോപ്പറിനെ എടുക്കും. പിന്നെ നമുക്ക് ഇതിന് Mgക്ക് കറസ്പോണ്ട് ആയിട്ടുള്ളത് MgSO4, കോപ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കോപ്പർ CuSO4 അല്ലെ? കോപ്പർ സൾഫേറ്റും മാഗ്നീഷ്യം സൾഫേറ്റും നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ ആരൊക്കെ യൂസ് ചെയ്തു? നമ്മൾ ഇന്ന് ആരൊക്കെ സെലക്ട് ചെയ്ത് ഈ ബോക്സിൽ നിന്ന്? കുറെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഈ 4 ആൾക്കാരെ സെലക്ട് ചെയ്തു. ആരൊക്കെ? Mgനെ സെലക്ട് ചെയ്തു, Cuനെ സെലക്ട് ചെയ്തു, CuSO4, മാഗ്നീഷ്യം സൾഫേറ്റ്, അങ്ങനെ 4 ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. നമ്മൾ ഈ 4 ആൾക്കാരെ സെലക്ട് ചെയ്തു. എ ഡൺ, കംപ്ലീറ്റഡ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ദി സെൽ. നമുക്ക് ഹിന്റ് എന്തായി തന്നിട്ടുണ്ട്? റിയാക്ടിവിറ്റി ഓർഡർ തന്നിട്ടുണ്ട്. Mg, Zn, Cu എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളെ നമ്മൾ എന്ത് പറയും? ആനോഡ് എന്ന് പറയും. പിന്നെ റിയാക്റ്റീവ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ കാഥോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും ഹിന്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഹിന്റ് തരുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ആനോഡ് ആരാണ്. ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണല്ലോ ആനോഡ്. നമ്മളോട് ആനോഡും കാഥോഡും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ആനോഡ് ആരാണ്? ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആരാണ് ഇവിടെ? മാഗ്നീഷ്യം അല്ലേ? അപ്പൊ നമ്മുടെ ആനോഡ് ഇവിടെ മാഗ്നീഷ്യം ആണ്. കാഥോഡ് ആരായിരിക്കും? സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് ആരാണ്? നമ്മൾ സെലക്ട് ചെയ്തേല് കോപ്പർ. അപ്പൊ നമ്മുടെ കാഥോഡ് കോപ്പർ ആണ്. അപ്പൊ നമ്മൾ അതും കണ്ടുപിടിച്ചു. ആദ്യം നമ്മൾ കുറച്ച് ആൾക്കാരെയും കണ്ടുപിടിച്ചു ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ആനോഡ് ആരാണ്, കാഥോഡ് ആരാണെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇവിടുത്തെ റിഡോക്സ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സെൽ. അപ്പൊ നമുക്ക് ആദ്യം സെല്ലൊന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ സെല്ല്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ആനോഡിൽ ആരുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്? മാഗ്നീഷ്യം ഉണ്ട്. കാഥോഡിൽ ആരുണ്ട്? കോപ്പർ ഉണ്ട്. അപ്പൊ ആനോഡിൽ എന്തായിരിക്കും നടക്കുക? ഓക്സിഡേഷൻ ആയിരിക്കും, റിഡക്ഷൻ ആയിരിക്കും? അറിയാം, സിമ്പിൾ ആണ്. ആനോഡിൽ ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പം Mg ആനോഡിൽ എന്ത് നടക്കും? ഓക്സിഡേഷൻ നടക്കും. അപ്പൊ Mg നമുക്ക് എന്ത് വരും? Mg2 + 2 ഇലക്ട്രോൺസ് എന്നായിരിക്കും നമുക്ക് തരുന്നത്. ഇനി കാഥോഡിൽ എന്തായിരിക്കും നടക്കുന്നത്? കോപ്പർ ആണുള്ളത് അല്ലേ? Cu2 + 2 ഇലക്ട്രോൺസ് ഗീവ്സ് Cu. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആനോഡിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായി, കാഥോഡിൽ എന്താ നടക്കുന്നതെന്ന് മനസ്സിലായി. ഇത് രണ്ടും മനസ്സിലായ പിന്നെ റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ കൂടെ എഴുതാലോ. ഇത് നമ്മൾ എന്ത് ചെയ്തു? Mg + Cu2 + ഗീവ്സ് ഇത്. ഇനി എന്താ ബാക്കിയുള്ള? ഇത് ഈ 2ഉം 2ഉം കൂടെ വെട്ടിപ്പോയി. പിന്നെ ഉള്ളത് Mg2 + Cu. ഇതാണ് നമുക്ക് ഇവിടെ റിഡോക്സ് റിയാക്ഷൻ.
അപ്പൊ ഈ ക്വസ്റ്റ്യനും വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് പെട്ടിയിൽ കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്തു, നമുക്ക് വേണ്ട ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്തെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്. അപ്പൊ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ആനോഡ്, പിന്നെ ലീസ്റ്റ് ആയിട്ടുള്ളത് ആരാണ്, കാഥോഡ് ആണ്. റിഡോക്സ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ആനോഡിൽ നടക്കുന്ന റിയാക്ഷനും എഴുതി, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനും എഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതങ്ങോട്ട് സമ്മപ്പ് ചെയ്തു, എന്നിട്ട് ഇതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ട് പെറുക്കി എഴുതി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, Mg + Cu 2 + give Mg 2 + Cu എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, 3 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത് 3ഉം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിലൊക്കെ കാണാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് കളയേ ചെയ്യരുത്. അപ്പൊ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത സീരീസിൽ കാണാം. ഓക്കെ, ബൈ.